ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ സിമ്പിൾ ഇക്വേഷൻസിനെ പറ്റിയാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് പറഞ്ഞു, സിമ്പിൾ ഇക്വേഷൻസും പറഞ്ഞു. ഒരു ഇക്വേഷൻ ആകുമ്പോൾ അതിൽ ഈക്വൽ ടു സൈൻ ഉണ്ടാവും, പിന്നെ വേരിയബിൾസ് ഉണ്ടാവും. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? മാറിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ സാധാരണഗതിയിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക, എ ബി മുതൽ ഇസഡ് വരെ. മിക്കവാറും സമയങ്ങളിലൊക്കെ നമ്മൾ എക്സ് വൈ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാറ്. ഏത് ലെറ്ററും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ചില സ്റ്റേറ്റ്മെന്റ് കിട്ടി, അതിന്റെയൊക്കെ ഇക്വേഷൻസ് നമ്മൾ എഴുതി. പിന്നെ ചില ഇക്വേഷൻസ് കിട്ടി, അതിന്റെ സ്റ്റേറ്റ്മെന്റ്സും എഴുതി. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ആദ്യമായിട്ട് ഇവിടെ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോവിങ് സിറ്റുവേഷൻ. Raju's father's age is 5 years. എന്താ എന്താ കേട്ടില്ല, എന്താ പറഞ്ഞത്? ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ടോ? ഉണ്ട്. Raju's father's age is 5 years more than 3 times Raju's age. Raju's father is 44 years old. Set up an equation to find Raju's age. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. വളരെ ശ്രദ്ധിച്ച് വായിച്ചെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എല്ലാവരും ഒന്ന് സൈലന്റ് ആയിട്ട് വായിച്ചു നോക്കൂ, മനസ്സിൽ വായിച്ചു നോക്കൂ, എന്നിട്ട് കിട്ടിയ ഐഡിയ എന്താണെന്ന് നോക്കൂ. ഇവിടെ രാജൂസിന്റെ വയസ്സ് വെച്ച് നമുക്ക് തുടങ്ങാം. ലെറ്റ് രാജൂസ് ഏജ് ഈക്വൽ ടു എക്സ് ഇയേഴ്സ്. എക്സ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല, നമുക്ക് വൈ എടുക്കാം, ഇസഡ് എടുക്കാം, പി എടുക്കാം, ക്യൂ എടുക്കാം, ഒക്കെ എടുക്കാം. അപ്പൊ നമുക്ക് രാജുവിന്റെ വയസ്സ് ഞാൻ എക്സ് ഇയേഴ്സ് എന്ന് ആദ്യം കൊടുത്തു. രാജുവിന്റെ വയസ്സ് എത്രയും നമുക്കറിയില്ല. രാജുവിന്റെ വയസ്സ് അദ്ദേഹത്തിന്റെ ഫാദറിന്റെ വയസ്സുമായിട്ടുള്ള ചില റിലേഷൻസ് ആണ് തന്നിട്ടുള്ളത്. പിന്നെ ഫാദറിന്റെ വയസ്സും തന്നിട്ടുണ്ട്. ഫാദറിന്റെ വയസ്സ് 44 ആണ്. അപ്പൊ നമ്മള് രാജുവിന്റെ വയസ്സിന്, അറിയാത്ത ആളുടെ വയസ്സിന് എക്സ് എന്ന് കൊടുത്തു. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കൂ. രാജുസ് ഫാദേഴ്സ് ഏജ് ഈസ് 5 years more than 3 times രാജുസ് ഏജ്. അപ്പോ 3 times 3 times of രാജുസ് ഏജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3x അല്ലേ? 3 times x എന്ന് പറഞ്ഞാൽ 3 into x. നമ്മൾ രാജുവിന്റെ വയസ്സ് എക്സ് എന്നെടുത്തു. 3 times of രാജുസ് ഏജ് എന്ന് പറഞ്ഞാൽ 3 times x എന്നായി. ഇവിടെ നമ്മൾ y കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 3y എന്നായിരിക്കും. ഇവിടെ p എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 3p എന്നായിരിക്കും. ഇവിടെ ഏത് ലെറ്ററും നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ x എടുത്തു എന്നേ ഉള്ളൂ. ഇനി നോക്കൂ, ഇനി ഒരു കണ്ടീഷനും കൂടി ഇവിടെ ഉണ്ട്. രാജുസ് ഫാദേഴ്സ് ഏജ് ഈസ് 5 years more than 3 years രാജുസ് ഏജ്. അപ്പൊ നോക്കൂ, 5 years more than 3x എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 5 years more than 3x എന്ന് പറഞ്ഞാൽ 3x plus 5 അല്ലേ വരിക? നോക്കൂ, 3x-നേക്കാൾ വയസ്സ് കൂടുതൽ എന്ന് പറഞ്ഞാൽ 3x plus 5 ആണ്. ശരിക്കും ഇതാണ് രാജുവിന്റെ ഫാദറിന്റെ വയസ്സ് അല്ലെ? രാജുസ് ഫാദേഴ്സ് ഏജ് ഈസ് 5 years more than 3 times രാജുസ് ഏജ്. രാജുവിന്റെ വയസ്സുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാദറിന്റെ വയസ്സ് ഇതാണ് 3x plus 5 എന്ന്. പക്ഷെ നമുക്കറിയാം രാജുവിന്റെ ഫാദറിന്റെ വയസ്സ് 44 ആണെന്ന്. അപ്പൊ ഈ തന്നിട്ടുള്ളത് ഈ 3x plus 5 എന്നുള്ളത് അദ്ദേഹത്തിന്റെ മകന്റെ വയസ്സുമായി, അതായത് രാജുവിന്റെ വയസ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോ ഇങ്ങനെ വരും. പക്ഷെ യഥാർത്ഥത്തിൽ അയാളുടെ വയസ്സ് 44 ആണ്. അപ്പൊ രണ്ടും ശരിക്കും എന്തെന്നെയാണ്? രണ്ടും രാജുവിന്റെ ഫാദറിന്റെ വയസ്സ് തന്നെയാണ്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആവണം, രണ്ടും തുല്യമാവണം. Therefore, equation to find the Raju's age is 3x plus 5 equal to 44.
എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ അറിയാത്ത ആളിന്റെ വയസ്സിന് എക്സ് എന്ന് കൊടുത്തു. രാജുവിന്റെ വയസ്സാണ് അറിയാത്തത്, അതിന് എക്സ് എന്ന് കൊടുത്തു. എന്നിട്ട് ഈ തന്ന കണ്ടീഷൻസ് വെച്ചിട്ട് ഒരു ഓൾജിബ്രായിക്ക് എക്സ്പ്രഷൻസ് എഴുതി. ആ എക്സ്പ്രഷൻ ആണ് 3x+5. ഈ 3x+5 എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പൊ എന്താണ്? അത് രാജുവിന്റെ ഫാദറിന്റെ വയസ്സാണ് ഇൻ ടേംസ് ഓഫ് രാജുവിന്റെ വയസ്സ്, അല്ലെ? പക്ഷെ രാജുവിന്റെ ഫാദറിന്റെ വയസ്സ് 44 ആയതുകൊണ്ട് അത് രണ്ടും തുല്യമാവണം. അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ എന്താ? 3x+5 = 44. ക്ലിയർ ആയോ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് രാജുവിന്റെ വയസ്സ് കിട്ടും. സോൾവ് ചെയ്യാൻ നമ്മൾ പഠിക്കും. നോക്കി, ഇവിടെ എക്സിന് പകരം ഇവര് y ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞു എക്സിന് പകരം നമുക്ക് ഏത് ലെറ്ററും എടുക്കാം. y എടുക്കുകയാണെങ്കിൽ 3y+5 = 44 എന്ന് വരും. k എടുക്കുകയാണെങ്കിൽ 3k+5 = 44 എന്ന് വരും. അങ്ങനെയുള്ളൂ, അത് പ്രശ്നമില്ല. അപ്പൊ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാജുവിന്റെ വയസ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കാം കേട്ടോ, ഇപ്പോഴല്ല. അപ്പൊ എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാല്, അപ്പൊ നമുക്ക് എന്താണ് ഇക്വേഷൻ എന്നറിയാം. 2x + 1 = 10. ഇതൊരു ഇക്വേഷൻ ആണ്. x - 3 = 7. ഇത് വേറൊരു ഇക്വേഷൻ ആണ്. അപ്പൊ ഈ ഇക്വേഷനിലൊക്കെ ഇനി നിങ്ങൾ കാണും ഫൈൻഡ് ദ സൊല്യൂഷൻ. എന്താ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? സൊല്യൂഷൻ ഓഫ് ആൻ ഇക്വേഷൻ. സൊല്യൂഷൻ ഓഫ് ആൻ ഭാഗത്ത് ഏത് ലെറ്റർ ആണെന്നുള്ളത് നമ്പർ ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അതെ അതെ അതെ. ഈ ഇക്വേഷനിൽ ഇപ്പൊ നോക്കൂ, നമ്മുടെ ഈ ഇക്വേഷൻ ഇവിടെ 7x - 3 = 7 എന്നാണ് ഒരു ഇക്വേഷൻ. ഇവിടെ ഈ ഇക്വേഷൻ ശരിയാവണമെങ്കിൽ ഇതിന്റെ LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും RHS എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡും രണ്ടും ഈക്വൽ ആവണമെങ്കിൽ എക്സിന് ഒരു പ്രത്യേക വില കൊടുക്കുമ്പോൾ മാത്രമേ അത് ശരിയാവുള്ളൂ. അത് ഏത് വിലയാണ്? ഇവിടെ എക്സിന് 10 കൊടുക്കുമ്പോഴേ ഇത് ശരിയാവുള്ളൂ. അപ്പോഴല്ലേ ശരിയാവുള്ളൂ. 10 - 3 അല്ലേ 7 വരിക. അപ്പൊ ഇവിടെ എക്സിന്റെ ഇവിടെ ഈ സൊല്യൂഷൻ എത്ര? x = 10 എന്നാണ്. അപ്പൊ എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാല്? സൊല്യൂഷൻ ഓഫ് ആൻ ഇക്വേഷൻ ഈസ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ for which the equation become true. അതായത് നമ്മുടെ വേരിയബിളിന് ഏത് വില കൊടുക്കുമ്പോഴാണോ ആ ഇക്വേഷൻ ശരിയാവുന്നത്, അത്തരം വേരിയബിളിന്റെ വിലകൾക്കാണ് നമ്മൾ എന്ത് പറയാ? സൊല്യൂഷൻ എന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ പറയൂ. p + 4 = 25. What is the solution here? 21. Yeah, 21. Yeah, very good. p = 21 എന്ന് പറഞ്ഞാൽ വേരിയബിളിന് ഏത് വില കൊടുക്കുമ്പോഴാണോ ഇക്വേഷൻ ശരിയാവുന്നത്, അത്തരം വേരിയബിൾസിന്റെ വാല്യൂസിനാണ് നമ്മൾ എന്ത് പറയാ? സൊല്യൂഷൻ എന്ന് പറയാം. നിങ്ങൾക്ക് പഠിക്കാനുള്ളതൊക്കെ ലീനിയർ ഇക്വേഷൻസ് ആണ്. ഇതൊക്കെ ലീനിയർ ഇക്വേഷൻസ് ആണ്. അതിനൊക്കെ ഒരു സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിക്കും, ക്യൂബിക് ഇക്വേഷൻ പഠിക്കും. അതിനൊക്കെ അതിനനുസരിച്ച് കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടാവും കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കൊരു ചെറിയൊരു വർക്ക്ഷീറ്റ് ഉണ്ട് ഇവിടെ. ഈ വർക്ക്ഷീറ്റ് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ കംപ്ലീറ്റ് ദ ലാസ്റ്റ് കോളം ഓഫ് ദ ടേബിൾ. ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, വേരിയബിളിന് ഒരു വില കൊടുത്തിട്ടുണ്ട്. സേ വെദർ ദ ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഈ എക്സിന് നമ്മുടെ ഈ ഇക്വേഷൻ എക്സിന് 3 എന്ന് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്ന്, യെസ് ആണോ നോ ആണോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം x = 3 എന്നുള്ളത് ഒരു സൊല്യൂഷൻ ആണോ അല്ലേ എന്നാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്നാമത്തതില് നോ. എന്താ ഇവിടെ നമ്മൾ 3 കൊടുത്താൽ 3 + 3 = 6 ആണ് വരിക. പക്ഷെ ഇവിടെ 6 അല്ല 3 ആണുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? ദിസ് ഈസ് നോ ആണ് അല്ലേ? ഞാനതിപ്പോ തന്നെ വൃത്തിയിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് നോ. രണ്ടാമത്തത് x + 3 = 0. x = 3 അതൊരു സൊല്യൂഷൻ ആണോ അല്ലേ? അല്ലെങ്കിൽ ഇത് ട്രൂ ആണോ അല്ലേ? ട്രൂ ആണോ? നോക്കൂ, എക്സിന് 3 കൊടുത്താൽ എക്സിന് 0 കൊടുത്താൽ 0 + 3 എന്നാണ് ഇവിടെ വരിക. LHS 0 + 3 എന്നാണ് വരിക. 0 + 3 എന്ന് പറഞ്ഞാൽ 3 അല്ലേ?
3യും 0യും ഈക്വൽ അല്ല. എന്താണ്? ഇതും സാറ്റിസ്ഫൈഡ് അല്ല. ഇനി അടുത്തത് നോക്കൂ. എക്സിന് ഇവിടെ നമ്മൾ -3 പ്ലസ് 3 -3 പ്ലസ് 3 എന്താണ്? ഇതിന്റെ ഉത്തരം ആണ്. അപ്പൊ നോക്കൂ, ഇവിടെ നമുക്ക് എന്ത് വന്നു? സമ്മേഷൻ അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഇന്റിജേഴ്സ് വന്നു. നമ്മൾ ഓരോ ക്ലാസ്സിൽ പഠിക്കുന്ന മാത്സും മറ്റ് ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ മറ്റ് ചാപ്റ്ററുകൾക്ക് ഉപയോഗിക്കേണ്ടി വരും. ഈ വർഷം നമ്മൾ ആദ്യം തന്നെ പഠിച്ചൊരു കൺസെപ്റ്റ് ആണ്, ഇന്റിജേഴ്സിൽ പഠിച്ചതാണ് നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും തമ്മിൽ കൂട്ടാൻ. അത് അറിയാത്തവർക്ക് ഇത് മനസ്സിലാവില്ല. അപ്പൊ ഇവിടെ -3 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഇത് സാറ്റിസ്ഫൈഡ് ആണ്, ഇത് ട്രൂ ആണ്, ശരിയാണ്. ഇനി x - 7 is equal to 1. x equal to 7 ആയാൽ ട്രൂ ആണോ? ഫോൾസ് ആണ്. കാരണം ഇവിടെ നമ്മൾ കൊടുത്താൽ x - 7 7 കൊടുത്താൽ 7 - 7 എന്ന് പറഞ്ഞാൽ 0 ആണ് വരിക. ബട്ട് വി ഹാവ് ടു ഗെറ്റ് 1. സോ ദിസ് ഓൾസോ നോ. Then here x ന് 8 കൊടുത്താലോ? 8 മൈനസ് yes. പിന്നെ 5x is equal to 25. x ന് 0 കൊടുത്താൽ ഞാൻ പറഞ്ഞിരുന്നു 5x എന്ന് പറഞ്ഞാൽ 5 മൾട്ടിപ്ലൈ x എന്നാണ് അതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കി വെക്കണം ആദ്യം. ഇതിന്റെ ഇടയിൽ ചിഹ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം മൾട്ടിപ്ലൈ എന്നാണ്. അപ്പൊ 5x എന്ന് പറഞ്ഞാൽ 5 into x. അപ്പൊ 5 into 0 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 0 ആണ് ഉത്തരം. 5 into 0 0 ആണ്. പക്ഷെ ഇവിടെ ഉള്ളത് 25 ആണ്. അപ്പൊ അത് എന്തല്ല? അത് ട്രൂ അല്ല, അത് സാറ്റിസ്ഫൈഡ് അല്ല. നോ. x ന് 5 കൊടുത്താലോ? ട്രൂ ആണ്. യെസ്. നെക്സ്റ്റ് -5 കൊടുത്താലോ? 5 into -5 എന്ന് പറഞ്ഞാൽ -25 ആണ് വരിക. ഈ -25ഉം +25ഉം ഈക്വൽ അല്ല. അപ്പൊ ഇതെന്താണ്? നോട്ട് സാറ്റിസ്ഫൈഡ്. ഹിയർ m/3 equal to 2. m ന് -6 കൊടുത്താൽ -6 divided by 3 എന്ന് വരും. എത്ര? -6 divided by 3. What is the value of this? -6 divided by 3. -6 divided by 3 എന്ന് പറഞ്ഞാൽ -2 ആണ്. 2 അല്ല, -2 ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. -2 ആണ്. അതാണ് ഇതുവരെ ഉള്ളതിനൊക്കെ എല്ലാവരും ആൻസർ പറഞ്ഞു. ഇപ്പൊ ഇവിടെ വന്നപ്പോ ചെറിയൊരു സംശയം വന്നു. അത് എന്തുകൊണ്ടാ? ഇന്റിജേഴ്സിന്റെ ഓപ്പറേഷൻ അറിയാത്തത് കൊണ്ടാ. ഞാൻ അന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ആ പാഠത്തിൽ നിർബന്ധമായിട്ടും ഇന്റിജേഴ്സിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതേമാതിരി ഡെസിമൽസിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതുപോലെ ഫ്രാക്ഷൻസിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. ഇതൊന്നും അറിയാതെ മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പൊ ഇവിടെ നമുക്ക് m ന് -6 കൊടുക്കുമ്പോ -6/3 -2 ആണ് വരിക. പക്ഷെ ഇവിടെ ഉള്ളത് 2 ആണ്. അപ്പൊ ഇതും എന്തല്ല? സാറ്റിസ്ഫൈഡ് അല്ല. ഇവിടെ m ന് 0 കൊടുത്താലോ? m divided by 3. 0/3 എത്ര? 0/3 എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലെ? അപ്പൊ അതും നോ ആണ്, ഇതും ട്രൂ അല്ല. വാട്ട് അബൌട്ട് ദിസ് വൺ? m ന് 6 കൊടുത്താലോ? യെസ്. ഓക്കെ. അപ്പൊ ഇതാണ് x ന് അല്ലെങ്കിൽ വേരിയബിളിന് ഏത് വില കൊടുക്കുമ്പോഴാണോ ഇക്വേഷൻ ട്രൂ ആകുന്നത്, അത്തരം വാല്യൂസിനാണ് നമ്മൾ എന്ത് പറയാ? സൊല്യൂഷൻ എന്ന് പറയാം. അത് നമുക്ക് ഇനിയും ഒരുപാട് വരാണ്ട് കേട്ടോ. സോൾവിങ് ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് പഠിക്കണം, നല്ല പോലെ മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ അതിന്റെ മുൻപ് നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്താലും മതി, നോട്ട്ബുക്കിലേക്ക് എഴുതണം നിർബന്ധമില്ല. സമയമുള്ളവർ എഴുതിക്കോളൂ, അല്ലാത്തവർ നോട്ട്ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാലും മതി. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തോ? ഇത് എഴുതണം കേട്ടോ. എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് എഴുതണം. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സൊല്യൂഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കണം. ഇതും നോട്ട്ബുക്കിൽ എഴുതുന്നതാണ് ബെറ്റർ കേട്ടോ. ഇനി അടുത്തത്, ഇനി നമുക്ക് ഇതിങ്ങനെ ഓരോന്ന് നേരത്തെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇത് വളരെ ക്ലിയർ ആയി പോയെങ്കിലേ നിങ്ങൾക്ക് ആൾജിബ്ര കിട്ടുള്ളൂ. ഒന്ന്, എന്താ ചോദ്യം? ചെക്ക് whether the value given in the brackets is a solution to the given equation or not. ഇവിടെ n ആണ് വേരിയബിൾ. n plus
5 equal to 19. n-ന്റെ വില എത്ര? n equal to 1. അപ്പൊ ഇവിടെ n-ന് 1 കൊടുക്കുമ്പോ 1 plus 5. 1 plus 5 എന്ന് പറഞ്ഞാൽ 6 ആണ് വരിക അല്ലേ? Not equal to 19. So what we write? Therefore, n equal to 1 is not a solution. Is not a solution. Okay അല്ലേ? Yes. Yes, sir. ഓക്കെ, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ബി 7n. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരുന്നതിൽ ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കി വെക്കണം. 7n plus 5 equal to 19. n is equal to -2. ഇവിടെ നോക്കൂ, when n is equal to -2, 7n plus 5 ഇതിന്റെ വില നമുക്ക് കണ്ടുനോക്കാം. 7 into -2 plus 5. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇന്റിജേഴ്സിന്റെ ഓപ്പറേഷൻ അറിയണം. 7 into -2 എന്ന് പറഞ്ഞാൽ എത്ര? -14. അതായത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. 7 into 2 എന്ന് പറഞ്ഞാൽ 14 ആണ്. അപ്പൊ -14 plus 5. ഇപ്പൊ നോക്കൂ, ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും തമ്മിൽ ആഡ് ചെയ്യണം. എന്താ രീതി? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. അപ്പൊ 14-ൽ നിന്ന് 5 കുറക്കണം. അപ്പൊ 9 എന്ന് വരും. വലുതിന്റെ ചിഹ്നം -9. പക്ഷെ നമുക്ക് ഇവിടെ ഉള്ളത് എത്രയാണ്? 19 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore, n is equal to N is not a solution. n equal to -2 is not a solution. Not a solution. Okay. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് മൂന്നാമത്തെ ചോദ്യം നോക്കൂ. മൂന്നാമത്തത് അഥവാ സി അല്ലെ? മൂന്നാമത്തതല്ല, സി, നമ്പർ സി. 7n plus 5 equal to 19. n is equal to 2. അപ്പൊ നമ്മൾ n-ന് 2 കൊടുക്കുമ്പോ 7n plus 5 equal to 7 into 2 plus 5. Plus 5 പറഞ്ഞാൽ 14 plus 5 which is equal to 19. അപ്പൊ ഇത് ട്രൂ ആണ്. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore, n equal to 2 is a solution. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ കൊടുക്കുമ്പോ അത് ട്രൂ ആകുകയാണെങ്കിൽ അത് സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ സൊല്യൂഷൻ അല്ല. അപ്പൊ എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഇക്വേഷനിലെ വേരിയബിൾസിന് ഏത് വില കൊടുക്കുമ്പോഴാണോ ഇക്വേഷൻ ട്രൂ ആവുന്നത്, ആ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയാ? സൊല്യൂഷൻ എന്ന് പറയാം. ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ for which the equation becomes true is called the solution. Okay, clear അല്ലേ? Yes, sir. Yes, sir. Okay, ഇനി അടുത്തത് നോക്കൂ. 4p minus 3 equal to 13. അപ്പൊ നമുക്ക് 4p minus 3 ഒന്ന് കണ്ടുനോക്കാം. 4 into 1 minus 3 എന്ന് പറഞ്ഞാൽ 4 minus 3 which is equal to 1. പക്ഷെ ഇവിടെ ഉള്ളത് എത്ര? 13 ആണ്. അപ്പം എന്താ കൺക്ലൂഡ് ചെയ്യാ? p equal to 1 is not a solution. ഇനി ഒന്നുകൂടി നോക്കൂ. 4p minus 3 equal to 13. What is the value of p here? p equal to minus 4 അല്ലേ? Sorry. p equal to -4. p equal to -4. അപ്പൊ നോക്കൂ, 4p minus 3 equal to 4 into -4 then -3. ഇത് എത്ര വരിക? 4 into -4 എത്ര? -16. 4 into 4 16. പോസിറ്റീവ് ഗുണിക്കണം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. -3. ഇത് എത്ര വില?
-16 - 3 എന്ന് പറഞ്ഞാൽ -19 ആണ്. -19. Therefore, P equal to -4 is not a solution. Not a solution. Okay. അപ്പൊ എന്താ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? യെസ്. ഇനി ഇവിടെ എഫ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ഹോംവർക്ക് ചെയ്തിട്ട് എല്ലാവരും എനിക്ക് അയച്ചു തരണം. ഇത് ഹോംവർക്ക് ആണ്. അപ്പൊ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കൂ. എഫ് അല്ലേ ഹോംവർക്ക്? എഫ് യെസ്, എഫ് ആണ് ഹോംവർക്ക്. എടുത്തോ? ഹോംവർക്ക് എല്ലാവരും അയച്ചു തരണം കേട്ടോ. ഇനി നോക്കൂ, ഇനി നമുക്ക് ഇതിനൊക്കെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എഴുതി നോക്കാം. റൈറ്റ് ഇക്വേഷൻസ് ഫോർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നാമത്തത്, ദ സം ഓഫ് നമ്പേഴ്സ് എക്സ് ആൻഡ് 4 ഈസ് 9. എങ്ങനെ ഇതിന്റെ ഇക്വേഷൻ എഴുതുക? എന്തായിരിക്കും ഇക്വേഷൻ? 5 എന്താണ്? x plus 4 is equal to 9. x plus 4 is equal to sum എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുക അല്ലേ? x plus 4 equal to 9. Equal to 9. Okay. Second one, ഓരോരുത്തർ പറയണം കേട്ടോ, എല്ലാരും കൂടി പറയരുതേ. Second one, 2 subtracted from y is equal to 8. അപ്പൊ എന്താ? 2 minus y is equal to 8. അല്ലല്ല, ശ്രദ്ധിച്ചു വായിക്ക്. 2 subtracted from y is 8 എന്ന് പറഞ്ഞാൽ y minus 2 is equal to 8. Yes, അങ്ങനെയാണ് കേട്ടോ. y minus 2 equal to 8 എന്നാണ്. അതായത് 2 subtracted from y, y-യിൽ നിന്നും 2 കുറച്ചത് എന്നാണ്. അല്ലാതെ 2 minus y എന്ന് എഴുതരുത്. അങ്ങനെ എഴുതിയാൽ അത് തെറ്റി. അപ്പൊ ശ്രദ്ധിക്കണം. 3, 10 times a is 70. വെരി സിമ്പിൾ. എങ്ങനെ എഴുതുക? 10a is equal to 70. 10a equal to 70. Okay, very good. നല്ല കമന്റ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നാലാമത്തതോ, the number b divided by 5. b b divided by 5 is equal to 6. 5 equal to 6. b divided by equal to 6. Okay. ഇനി അടുത്തത് അഞ്ചാമത്തത് എന്താ? ഇതൊന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാൾ? 5th one, 3/4 എന്ന് പറഞ്ഞാൽ എന്താ? മുക്കാല്. മുക്കാല്. അങ്ങനെ 3/4. 3/4 of t എന്ന് പറഞ്ഞാൽ 3/4t equal to 15. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. 3/4 of t, 3/4 into t equal to 15. What about 6th one? 7m plus 7 is equal to 77. അപ്പൊ 7 times m എന്ന് പറഞ്ഞാൽ 7m. 7m plus 7 equal to 77. Then next, 7th one, 1/4 of a number x minus 4 gives 4. എന്താണ് ആൻസർ? 1/4 x 1/4 minus 4 is x equal to 4. minus equal to 4 is equal to. Okay, ഇങ്ങനെയാണ് വരിക. 1/4 എന്ന് പറഞ്ഞാൽ 1/4 into x. 1/4 into x. ഇപ്പൊ നോക്കൂ, 1/4 into x എന്ന് പറഞ്ഞാൽ നമുക്ക് x/4 എന്ന് എഴുതട്ടോ. നമ്മൾ തൊട്ട് മുൻപ് ഇവിടെ ഇത് എഴുതിയില്ലേ? 3/4 of t എന്ന് പറഞ്ഞാൽ 3/4 into t എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണോ? 3t/4 ആട്ടോ. അത് രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ട് രീതിയിലും നമുക്ക് എഴുതാം. അപ്പൊ 1/4 of x എന്ന് പറഞ്ഞാൽ x/4 എന്നാണ് കേട്ടോ. അപ്പൊ രണ്ടും കറക്റ്റ് ആണ്. ഒന്നുകിൽ നിങ്ങൾക്ക് 1/4 into x minus 4 എന്ന് എഴുതാം. നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേ നമ്മൾ ഇങ്ങനെ കാര്യം എഴുതുക, x/4 എന്ന കാര്യം എഴുതുക. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് എട്ടാമത്തത് എന്താ?
6 minus 6 into y is equal to 16. അങ്ങനല്ല, ഒന്നും കൂടി ശ്രദ്ധിച്ച് പറ, ഒന്നും കൂടി വായിച്ചു നോക്കൂ. 6 plus 6 നോ 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 minus 6 into y minus 6. അങ്ങനെയാണ് വരിക. If you take away 6 from 6 times y, 6 times y ൽ നിന്നും 6 എടുക്കുക എന്ന് പറഞ്ഞാൽ 6y minus 6 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 60 ആണ്. അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഇനി 9ാമത്തതും ഹോംവർക്കാണ്. ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതും നിങ്ങൾക്ക് ഹോംവർക്കാണ്. അപ്പൊ എത്ര ഹോംവർക്കായി? 2 ഹോംവർക്കായി, 2 എണ്ണായി. ഹോംവർക്ക് എല്ലാവരും എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം, വാട്സപ്പിൽ അയച്ചു തരണം. ഓക്കെ, ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കും. എടുത്തു. ഓക്കെ, എല്ലാവരും എടുത്തോ? ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, അതിന്റെ ഇക്വേഷൻ എഴുതി. ഇനി നമുക്ക് ഇക്വേഷൻ ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് എഴുതണം. ഒന്നാമത്തത് p plus 4 equal to 15. എങ്ങനെ എഴുതുക? The sum of p and 4 is equal to 15. നമുക്ക് പല രീതിയിലും എഴുതട്ടോ. എങ്ങനെ എഴുതാ? If you add 4 to the number p, you get 15. ഒരുപാട് രീതിയിൽ എഴുതാം. ഇത് ഒരു രീതിയാണ്. The sum of p and 4 is 15. നമ്മൾ എഴുതുന്നത് ശരിയാണോ എന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി, വേറെ മെത്തേഡും ഉണ്ടാവും. ഇവിടെ നോക്കൂ, എന്താ? m minus 7 from m is equal to 3. When you subtract, വ്യത്യസ്ത രീതിയിൽ എഴുതാം. When you subtract 7 from m gives you 3. When you subtract 7 from m എന്ന് പറഞ്ഞ ലെറ്റർ ആണ്, m gives you 3. ഇനി മൂന്നാമത്തത് 2 times m is equal to 7. Okay, 2 times 7 is, sorry, 2 times m, 2 times m is 2 times m is 7. അവസാനത്തതിന്റെ ആൻസർ പറയൂ. One by 5 of m is equal to 3. അപ്പൊ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് 1/5 of എന്ന് പറയാം. 1/5 of m is 3. 1/5 of m is 3. അതാണ് m by 5 equal to 3 എന്നുള്ളത്. ഇത് ഈസി അല്ലേ മക്കളെ? മനസ്സിലായിട്ടില്ലേ? Yes sir. Okay, ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കൂ. സർ കഴിഞ്ഞിട്ട് ഒന്ന് ഇട്ടുതരുമോ? സ്ക്രീൻഷോട്ട് എടുക്കാൻ എടുത്തു. ഇതിന്റെതാ? യെസ്. ഇതെടുത്തോളൂ. എടുക്കാത്തവരുണ്ടെങ്കിൽ എടുത്തോളൂ. ഇതെടുക്കാത്തവരുണ്ടെങ്കിൽ എടുത്തോളൂ. ഈസി അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? Yes sir. Yes sir. ഇനി ഇതും കൂടി എഴുതിയിട്ട് നമുക്ക് നിർത്താം. ഇവിടെ ഒന്നാമത്തിന്റെ ആൻസർ, ഇതിനും നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാനാണ്. Irfan says that he has 7 marbles, more than 5 times the marbles permit has. ഒരു കുട്ടിയുടെ പേരാട്ടോ അത്. permit has. Irfan has 37 marbles. Take m to be the number of permits marbles. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. സ്റ്റാർട്ട് ചെയ്യാം. Let number of marbles
which എന്താ ആളുടെ പേര് പാർമിറ്റ് is M. ഇനി എന്താ പറയുന്നത് ഇർഫാൻ says that he has 7 marbles more than 5 times. അപ്പൊ നമുക്ക് ആദ്യം 5 times കാണാം അല്ലേ 5 times of 5 times of M equal to 5M. Okay, then ഇനി എന്താ എഴുതുക ഇർഫാൻ says he has 7 marbles more than 5 times. എന്ന് പറഞ്ഞാൽ എന്താ 5 more than 7. അടുത്ത് നമ്മൾ എഴുതേണ്ടത് 7 more than 5M എന്ന് പറഞ്ഞാൽ എങ്ങനെ 5M പ്ലസ് 7. നോക്കൂ ഇവിടെ ഈ പർമീത് എന്ന കുട്ടിയുടെ കയ്യിൽ M മാർബിൾ ആണുള്ളത്. അതിന്റെ 5 ഇരട്ടിയേക്കാൾ 7 മാർബിൾ കൂടുതലാണ് ഇർഫാന്റെ കയ്യിലുള്ളത്. അങ്ങനെയാണ് ഇർഫാൻ പറയുന്നത്. എന്താ ഇർഫാൻ പറയുന്നത് ഇർഫാൻ says he has 7 marbles more than 5 times the marbles Parmeet has. പർമീറ്റിന്റെ അടുത്തുള്ള മാർബിളിന്റെ 5 ഇരട്ടിയേക്കാൾ 7 കൂടുതൽ. ഇതാണ് 5 ഇരട്ടിയേക്കാൾ 7 കൂടുതൽ എന്നുള്ളത്. But Irfan has 37 marbles. 37 marbles. Therefore, equation is 5M plus 7 equal to 37. നോക്കൂ എന്താ ഇർഫാൻ പറഞ്ഞത് പർമീറ്റിന്റെ അടുത്തുള്ള മാർബിളിന്റെ 5 ഇരട്ടിയേക്കാൾ 7 കൂടുതൽ മാർബിൾസ് ഇർഫാന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇർഫാന്റെ കയ്യിൽ നമ്മൾ ആദ്യത്തിലൊരു എക്സാമ്പിൾ എഴുതിയില്ലേ രാജൂസിന്റെ ഫാദറിന്റെ ഏജുമായി ബന്ധപ്പെട്ട് അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾക്ക് മനസ്സിലായോ? സംശയം ഉണ്ടോ? ഓക്കെ, അതാ ഇനി രണ്ടാമത്തതും കൂടി എഴുതിയിട്ട് മൂന്നാമത്തത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ലക്ഷ്മി's father is 49 years old. He is 4 years older than 3 times Lakshmi's age. അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് ലക്ഷ്മിയുടെ ഏജ് y എന്നെടുക്കാം. Let Lakshmi's age is equal to y years. ഇനി എന്താണ് നിബന്ധന? ലക്ഷ്മിയുടെ ഫാദറിന്റെ വയസ്സ് 4 years older എന്ന് പറയുന്നത് വയസ്സ് കൂടുക അല്ലെ older than 3 times of Lakshmi's age. അപ്പൊ നമുക്ക് ഇനി കാണേണ്ടത് 3 times of x. സോറി y ആണ് നമ്മൾ എടുത്തത്. അപ്പൊ y 3 times of y എന്ന് പറഞ്ഞാൽ 3y അല്ലെ. ഇനി ഈ 3 ഇരട്ടിയേക്കാൾ 4 കൂടുതൽ 4 more than 3y എന്ന് പറഞ്ഞാൽ എത്ര 3y plus 4. Therefore, equation is 3y plus 4 equal to 49. ഇങ്ങനെയാണ് വരുന്നത്. ലക്ഷ്മിയുടെ ഫാദറിന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ വയസ്സിന്റെ 3 ഇരട്ടിയേക്കാൾ 4 കൂടുതലാണ്. അങ്ങനെയാണ് പറയുന്നത്. He is 4 years older than 3 times Lakshmi's age. ലക്ഷ്മിയുടെ വയസ്സിന്റെ 3 ഇരട്ടിയേക്കാൾ 4 കൂടുതൽ. അപ്പൊ 3y plus 4 equal to 49. നിങ്ങൾക്ക് കിട്ടിയോ? ഇത് മനസ്സിലായോ? പ്രശ്നമുണ്ടോ? ഓക്കെ, ഇവിടെ നോക്കൂ, ഇത് വായിച്ചു നോക്കൂ ആദ്യം ഈ സ്റ്റേറ്റ്മെന്റ്. ലക്ഷ്മി's father is 49 year old. ലക്ഷ്മിയുടെ ഫാദറിന് 49 വയസ്സുണ്ട്. ഓക്കെ, ആ വയസ്സ് ലക്ഷ്മിയുടെ വയസ്സുമായി ബന്ധപ്പെടുത്തി പറയാണ്. എങ്ങനെ പറയുന്നത് എന്നോ
he is അതായത് ലക്ഷ്മിയുടെ ഫാദർ, he എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ ഫാദർ, he is 4 years older than 3 times ലക്ഷ്മി's age. ലക്ഷ്മിയുടെ വയസ്സിന്റെ 3 ഇരട്ടിയേക്കാൾ 4 കൂടുതൽ. ലക്ഷ്മിയുടെ വയസ്സ് y ആണെങ്കിൽ അതിന്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 3y ആണ്, അതിനേക്കാൾ 4 കൂടുതൽ എന്നുള്ള പറഞ്ഞാൽ +4 ആണ്. ഇതാണ് ലക്ഷ്മിയുടെ വയസ്സിന്റെ 3 ഇരട്ടിയേക്കാൾ 4 കൂടുതൽ അല്ലെ. 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 3 × y, എന്തുമാവട്ടെ വയസ്സ്, അപ്പൊ 3 × y, അതിനേക്കാൾ 4 വയസ്സ് കൂടുതലാണെന്ന് പറഞ്ഞാൽ +4. അപ്പൊ ഇതാണ് ലക്ഷ്മിയുടെ ഫാദറിന്റെ വയസ്സ് ഇൻ ടേംസ് ഓഫ് y. പക്ഷെ നമുക്കറിയാം ലക്ഷ്മിയുടെ ഫാദറിന്റെ വയസ്സ് 49 ആണ്. അപ്പൊ ഇത് രണ്ടും തുല്യമാവണം. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു 49. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വരിക. 3y + 4 = 49. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്. മൂന്നാമത്തത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് 3 ഹോംവർക്കാണ് ഞാൻ തന്നിട്ടുള്ളത്. 3 എക്സസൈസിനും ഓരോന്ന് വെച്ച് തന്നിട്ടുണ്ട്. ഇത് ഹോംവർക്കാണ്. ഹോംവർക്ക് എല്ലാ കുട്ടികളും ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. ഓക്കെ. Okay.